വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കരിക്കിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റോറിയാണ്. 2018 തൻ്റെ ജോലി രാജിവെച്ച് തൻ്റെ കയ്യിലുള്ള സേവിങ്സ് എല്ലാം കൂട്ടിവെച്ച് നിഖിൽ പ്രസാദ് തുടങ്ങിയതായിരുന്നു കരിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ യൂട്യൂബ് ചാനൽ. പക്ഷേ വെറുമൊരു യൂട്യൂബ് ചാനൽ മാത്രമായിരുന്നില്ല അദ്ദേഹം കണ്ട സ്വപ്നം. 2018 ഏപ്രിൽ 1 ഏപ്രിൽ ഫൂൾ എന്ന വീഡിയോയിലൂടെയാണ് കരിക്ക് ആദ്യമായി നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്. ഒരു വീഡിയോ ഹിറ്റാക്കുക മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, തൻ്റെ ക്യാരക്ടേഴ്സിനെ എല്ലാം ഹിറ്റാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷൻ. ആ സമയത്തായിരുന്നു 2018 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം തൻ്റെ ക്യാരക്ടേഴ്സിനെ വെച്ചൊരു ഫിഫ ബേസ്ഡ് വീഡിയോ ചെയ്യാൻ ഒരുങ്ങുന്നു. അങ്ങനെ ആ ഫിഫ ബേസ്ഡ് വീഡിയോ യൂട്യൂബിൽ ഹിറ്റാവുകയും അതിലെ ഓരോ ക്യാരക്ടറും ജനങ്ങൾക്ക് അത്രമേൽ ഇഷ്ടമാവുകയും ചെയ്തു. അങ്ങനെയാണ് പുള്ളി ആ ക്യാരക്ടേഴ്സിനെ വെച്ച് തേരാപാര എന്ന വെബ് സീരീസ് ചെയ്യുന്നത്. തേരാപാര ഹിറ്റായതോടെ അവരുടെ ഗ്രാഫ് ഉയർന്നു. വെറും 9 മാസം കൊണ്ട് 1 മില്യൺ എന്ന സ്വപ്നം കരിക്ക് എന്ന യൂട്യൂബ് ചാനൽ നേടിയെടുത്തു. ഇപ്പം തന്നെ ഈ കരിക്കിൻ്റെ +2 സീരീസ് ആയാലും തേരാപാര ആയാലും നമ്മളെ ജീവിതവുമായി കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റാണ് അവർ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. സ്കൂൾ ജീവിതവും കൂട്ടുകാർക്കിടയിലുള്ള ട്രിപ്പ് പ്ലാനിങ്ങും അങ്ങനെ നമ്മളുമായി കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആയിരുന്നു അന്നൊക്കെ അവർ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പതുക്കെ അവരുടെ വീഡിയോസിൻ്റെ എണ്ണം കുറയുകയും റിലേറ്റബിലിറ്റി കുറയുകയും ചെയ്തു. കരിക്ക് എങ്ങനെ ടെക്നിക്കൽ സൈഡിനും ബ്രാൻഡിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. അവനെ ലക്ഷ്യയിലേക്ക് വിട്. ഞാൻ അവിടെ അല്ലേ പഠിച്ചത്. അവിടെ ACCA-ക്കൊപ്പം BCom പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പഠിച്ചിറങ്ങിയ വർഷം തന്നെ 2500 പേരും പാസ്സായിട്ടുണ്ട്. നമ്മൾ മലയാളികൾ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് കോമഡി കണ്ടന്റുകളായിരുന്നു. ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടും അവരുടെ വ്യൂ കൗണ്ടിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. മറ്റ് ചാനലുകൾ കണ്ടന്റ് ക്ഷാമം കൊണ്ട് ഫീൽഡ് ഔട്ടായി നിൽക്കുമ്പോഴും ഇത്രയും നല്ല കണ്ടന്റുകൾ ഉണ്ടായിട്ടും അവരുടെ പീക്ക് ടൈം കരിക്ക് കൃത്യമായി ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? മെയിനായിട്ടും ആ വെർട്ടിക്കൽസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അത് ഈ പറയുന്ന നമുക്കൊരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒരു വെർട്ടിക്കലുണ്ട്, ഈ പറയുന്ന ഒരു മെർച്ചൻഡൈസിങ് വെർട്ടിക്കലുണ്ട്. കരിക്കെന്ന് പറഞ്ഞാൽ അറിയാത്ത മലയാളികളില്ല. അദ്ദേഹത്തിൻ്റെ സ്വപ്നവും അതായിരുന്നു. കരിക്ക് പാരലായിട്ട് വേറെ കുറച്ച് ചാനൽ തുടങ്ങിയിരുന്നു. പല രീതിയിലുള്ള വെബ് സീരീസിന് വേണ്ടി കരിക്ക് ഫ്ലിക്ക് എന്ന ചാനലും, പാട്ടുകൾക്ക് വേണ്ടി കരിക്ക് ട്യൂൺഡ് എന്ന ചാനലും, ന്യൂസ് ചാനലായി കരിക്ക് 0 എന്ന ചാനലും, ക്ലോത്തിങ് ബ്രാൻഡായിട്ട് വൈബ് എന്ന ബ്രാൻഡ് അവർ ലോഞ്ച് ചെയ്തു. നമുക്ക് കേട്ട് പരിചയമുള്ള പമ്പരം, ജൂപ്പിറ്റർ മഴ ഇതെല്ലാം കരിക്ക് ട്യൂൺഡിൻ്റെതാണ്. സബാസ്റ്റിൻ്റെ വെള്ളിയാഴ്ച ഇതുപോലുള്ള വെബ് സീരീസുകൾ നമുക്ക് സമ്മാനിച്ചത് കരിക്ക് ഫ്ലിക്ക് എന്ന് പറയുന്ന ചാനലാണ്. ഈ 2 ചാനലുകളിലും വീഡിയോസിൻ്റെ എണ്ണം കുറഞ്ഞു തുടങ്ങി. ആ ഒരു സമയത്ത് കരിക്ക് തുടങ്ങിയ സംരംഭമാണ് ഫ്യൂസും ബൗൺസും എന്ന് പറയുന്ന 2 ചാനലുകൾ. ഫ്യൂസ് എന്ന് പറയുന്ന ചാനൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ബൗൺസ് എന്ന് പറയുന്നത് ആഡ് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏജൻസിയാണ്. ഈ 2 ചാനലുകളുടെയും സക്സസ് കൊണ്ടാണ് കരിക്കിൻ്റെ വീഡിയോസിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.